മീഡിയ വണ്ണിൻ്റെ അടുപ്പുകൂട്ടി ചർച്ച വീണ്ടും വർഗീയ വിഷം തുപ്പി രംഗത്തെത്തുകയാണ്. അതായത് മോദി അയോധ്യയിൽ പോയി പ്രാണപ്രതിഷ്ഠയൊക്കെ നടത്തി, മോദി പിന്നെ അമ്പലങ്ങളിൽ പോകുന്നു. പക്ഷേ മോദി ഇഫ്താർ വിരുന്ന് നടത്തിയില്ല. റംസാൻ വരുമ്പോൾ ഒരു ആശംസ മാത്രമാണ് റംദാന് നേരുന്നത്, അല്ലാതെ മോദി ഇഫ്താർ വിരുന്ന് നടത്തിയില്ല. പക്ഷെ അവിടെ വിജയ് വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചു. വിജയ് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ് ഈ വർഗീയ വിഷം തുപ്പുന്ന അടുപ്പ് കൂട്ടി ചർച്ചയിലുള്ള നിഷാദ് റാവുത്തർ പറയുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും അമ്പലത്തിൽ പോയി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതോ സ്വന്തം വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതോ ഏതെങ്കിലും ഓണവും ക്രിസ്മസും ആഘോഷിക്കുന്നതിന് വരെ മറ്റുള്ളവരെ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിക്കുന്നവരാണ് ഈ ആളുകൾ ഇവർ. പക്ഷേ എനിക്കൊക്കെ അനുഭവമുള്ളതാണ്. നമ്മളൊക്കെ ഈ പൊങ്കാല ഇട്ടിട്ട് പൊങ്കാല പ്രസാദവുമായി സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ നമ്മളിൽ നിന്ന് പ്രസാദം വാങ്ങി കഴിക്കില്ല. അപ്പോൾ പണ്ടൊക്കെ എനിക്ക് എന്താ ഇത് സംഭവം എന്നറിയില്ലായിരുന്നു. ഞാൻ അതിശയത്തോടെയാണ് ഇതിനെ, കാരണം ഇവരൊക്കെ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. നമുക്കങ്ങനെ ആ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ജ്ഞാനമില്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോഴും നമുക്ക് മുസ്ലിമായ സുഹൃത്തുക്കളുണ്ട്, ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട്. ഭീമാവള്ളിയിലൊക്കെ ഞാൻ പോകാറുണ്ട്. എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരാളല്ല. പക്ഷേ ഇവരാരും തിരിച്ച് ഹിന്ദുക്കളെയും ഹിന്ദു ആചാരങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹിന്ദു ആചാരത്തെ നമ്മളും കൂടി എന്താ പറയുക, നമ്മളും അതിനെ മതേതരത്വം ഇന്ത്യയാണ്, അതുകൊണ്ട് ഞങ്ങളും ഇതൊക്കെ കാണിക്കുക. ഇവർക്ക് വിളക്ക് കത്തിക്കുന്നതൊക്കെ ഹറാമാണ്, പ്രണയം പോലും ഹറാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിഷാദ് റാവുത്തറും ഈ മീഡിയ വണ്ണിലെ അടപ്പൂട്ടി ചർച്ചക്കാരും പറയുന്നതിലെ വസ്തുത അത് തന്നെ തെറ്റല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തിന്, അതായത് നമ്മുടെ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം അവർ ആചരിക്കുന്നത് അവരവരുടെ മതത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഈ നരേന്ദ്രമോദിയിലേക്ക് വരുന്നതിന് മുമ്പ് വിജയിലേക്കൊന്ന് കയറിയിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വിജയെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു കാര്യം സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജയ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് പുതുതായി കടന്നു വന്ന ഒരാളാണ്. എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക, മുഖ്യമന്ത്രിയാവുക എന്നത് തന്നെയാണ് വിജയുടെ ലക്ഷ്യമെന്നത് ഏത് കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്ന കാര്യവുമാണ്. അവിടെയുള്ള ഈ പറയുന്ന പോലെ DMK, AIDMK, ഒപ്പം BJP ഇത്തരം ശക്തികളാണ് അവിടെ ഉള്ളത്. ഈ DMKയും AIDMKയും ഒക്കെ ഇപ്പോൾ ഒരു തരത്തിൽ എന്താണ് ഈ ശത്രുക്കളായി തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ DMK ഭരണത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ പുറത്ത് അവർക്കെതിരായിട്ടുള്ള ശക്തമായൊരു ഭരണവിരുദ്ധ വികാരം അടിത്തട്ടിലുണ്ട് എന്നും, പക്ഷേ അത് മുതലാക്കാൻ തക്ക വണ്ണമുള്ള ഒരു പ്രതിപക്ഷ പാർട്ടി തമിഴ്നാട്ടിൽ ഇല്ല എന്നുള്ളതും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിജയ് ഇത്തരത്തിലൊരു നീക്കം നീങ്ങുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അവിടെ ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുകയും ഈ പറയുന്നത് പോലെ തങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് DMK ആണെന്നും ആശയപരമായി BJPയും ശത്രുവാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അങ്ങനെയുള്ള വിജയ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ വലിയ ഈ പൊതുയോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും തൻ്റെ ഫാൻസിനെ ഈ പാർട്ടിയായി രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഇഫ്താറുമായി ബന്ധപ്പെട്ട് വിജയ് നേരിട്ട് ഇഫ്താറിലേക്ക് എത്തുന്നത്. അദ്ദേഹം നോമ്പെടുത്തതിന് ശേഷമാണ് വൈകുന്നേരം എല്ലാ മുസ്ലിം മത പണ്ഡിതന്മാരെയും വിളിച്ച് വൈകുന്നേരം അവിടെ എത്തി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം നോമ്പ് മുറിച്ചുകൊണ്ടാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് മുന്നോട്ട് പോയത്. പക്ഷേ അങ്ങനെയുള്ള വിജയ്ക്കെതിരെ പിറ്റേന്ന് തന്നെ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട മുസ്ലിം സംഘടന കേസ് കൊടുത്തു. കാരണം വിജയ് മുസ്ലിങ്ങളെയാകെ അപമാനിച്ചു, വിജയ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. എന്ന മുസ്ലിം അവർ പറയുന്നത് അതിൻ്റെ അകത്ത് പങ്കെടുപ്പിച്ചവരെല്ലാം മുസ്ലിങ്ങളുടെ നേരെ തീവ്രവാദികളും ഗുണ്ടകളുമാണ്. അതെ, അത് പല ആളുകളെയും വിളിച്ച് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. മുസ്ലിം വിഭാഗത്തിലെ യഥാർത്ഥ പ്രതിനിധികളെ വിജയ് ഉൾപ്പെടുത്തിയില്ല എന്നും കൂടെ അവർ പരാതിയിൽ പറയുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വിളിച്ചില്ല എന്നായിരിക്കാം ഉദ്ദേശിച്ചത് എന്നെനിക്ക് തോന്നുന്നു, എന്തറിയില്ല. പക്ഷെ അങ്ങനെയൊരു നിലപാടിലേക്കാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ണിലെ ചർച്ച നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പരാതി പറയുന്നത്. അതായത് നരേന്ദ്രമോദി ഇഫ്താർ വിരുന്ന് നടത്തിയില്ല, അദ്ദേഹം ഈ പറയുന്നത് പോലെ ഒരു ഇഫ്താർ ഈ പെരുന്നാൾ ആശംസ മാത്രം നേർന്നുകൊണ്ട് അതിൽ അവസാനിപ്പിക്കുന്നു എന്നാണ് ഇവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദു മതവിശ്വാസിയായിട്ടുള്ള ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന നരേന്ദ്രമോദി
എങ്ങനെയാണ് ഈ ഇഫ്താറുമായി ബന്ധപ്പെട്ട് നോമ്പെടുക്കാൻ പോവുക? നരേന്ദ്രമോദിക്ക് നോമ്പെടുക്കാൻ പറ്റുമോ? നരേന്ദ്രമോദിയുടെ മതവിശ്വാസ പ്രകാരം നോമ്പെടുക്കേണ്ട കാര്യമില്ല, ആണോ? ഇല്ലല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നോമ്പെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇഫ്താർ വിരുന്ന് നടത്തണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ലല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെയെങ്കിലും പോയിട്ട് ആശംസയ്ക്ക് അപ്പുറത്തേക്ക് ആശംസ പറയുന്നത് പോലും ഈ നിർബന്ധമില്ല. ഇത് അവരുടെ മാന്യത കൊണ്ട് പറയുന്നതാണ്. അവരവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരവൻ്റെ വിശ്വാസമാണ്. ഇത് മറ്റവൻ്റെ വിശ്വാസം കൂടെ മുതലെടുത്തുകൊണ്ട് അതിൽ കൂടി പങ്കു ചേർന്നുകൊണ്ട് നമ്മൾ വിശ്വാസവും മതേതരത്വവും കാണിക്കണമെന്ന് പറയുന്നിടത്താണ് പ്രശ്നമുള്ളത്. ഇനി ഞാനൊരു കാര്യം പറയാം. മുസ്ലിം മത വിഭാഗക്കാർ ഓണാഘോഷം നടത്തുന്ന സമയത്ത്, വിഷു ആഘോഷം നടത്തുന്ന സമയത്ത് ഒക്കെ അതിൽ പങ്കുചേരുന്ന സമയത്ത്, ഇപ്പം മുസ്ലിം കുട്ടികളൊക്കെ ചിലപ്പോൾ സ്കൂളുകളിൽ ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ ഇങ്ങനെയല്ല ആഘോഷങ്ങളിൽ പങ്കുചേരേണ്ടത്, മറ്റൊരു മതത്തിൻ്റെ മതാഘോഷങ്ങളിൽ പങ്കുചേർന്ന് മതേതരത്വം കാണിക്കുകയല്ല വേണ്ടത് എന്ന് നായികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ, അല്ലേ? ഇപ്പം പിന്നെ ഈ വിഷുവും ഓണവും ഒന്നും ഹിന്ദുവിൻ്റെ ഒരു ഉത്സവമാണെന്നോ ഹിന്ദുവിൻ്റെ ഒരു ആചാരമാണെന്നോ ഇവിടുത്തെ ഹിന്ദു കുട്ടികൾക്ക് പോലും അറിയില്ല. എന്താണ് അതിൻ്റെ ചരിത്രമെന്ന് അറിയില്ല, വിഷു എന്താണെന്ന് അറിയില്ല, ആചാരപരമായ കാര്യങ്ങൾ അറിയില്ല. ഇപ്പം മലബാറിലോട്ടാണെങ്കിൽ ഓണത്തിന് ചിക്കനും മട്ടനും മഴ വിളമ്പും. ഇപ്പം തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഓണത്തിന് പച്ചക്കറി സദ്യ മാത്രമേ ഉണ്ടാവുള്ളൂ. വിശ്വാസപൂർവ്വമാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പല വിധത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഓണവും വിഷുവും ഒക്കെ ഒരു ഹിന്ദുവിൻ്റെ ആചാരപരമായ ചടങ്ങ് എന്നതിൽ നിന്ന് മാറി ഒരു ആഘോഷം എന്ന രീതിയിലേക്ക് പോകുമ്പോൾ, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓണസദ്യ കൊണ്ടുകൊടുത്താൽ എത്ര കഴിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകും, ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ എത്ര പേര് കഴിക്കും? ഒരു 100 പേരെടുത്താൽ 1-2 പേര് കഴിക്കും, അല്ല അത് ശരിയാണ് അല്ലേ? പക്ഷെ ഇവര് പിന്നെ ഈ റംദാൻ മാസത്തിലൊക്കെ പത്തിരിയും ചിക്കനും ഒക്കെ കൊണ്ടുവരുമ്പോ കഴിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ട്. 100% സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കൊണ്ടുവരുമ്പോ ഞങ്ങൾ വരെ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരു 10 പേരെ എടുത്താൽ അതിൽ മുസ്ലിംസ് ഉണ്ടാവും, അവരായിരിക്കും കൂടുതൽ. കാരണം നമ്മളെ സംബന്ധിച്ച് അതൊരു വേർതിരിവല്ല. മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ, ഞാനൊക്കെ പക്ക ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു ഡിഗ്രി കാലഘട്ടമൊക്കെ ആയപ്പോൾ നമ്മുടെ ചിന്താഗതിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ കണ്ട കാര്യങ്ങളല്ല നമ്മൾ പുറത്ത് കാണുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ അതുവരെ തിരഞ്ഞെടുത്തിരുന്നത് ചിലപ്പോൾ ഒരു കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിഗ്രി കാലഘട്ടമൊക്കെ ആയപ്പോൾ നമ്മൾ മാറി. കാസ്റ്റൊന്നും അല്ല, പിന്നെ ഇതൊക്കെ വെറും ഇത് മാത്രമാണ്. ഇപ്പം നമ്മളെ സഹായിക്കാൻ വരുന്നത് ആരാണ് എന്ന് നമുക്ക് ചിലപ്പം പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഇവിടെയാണ് ഈ ഒരു ചാനൽ ഇരുന്നു കൊണ്ട് ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് സത്യത്തിൽ ഇത് നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. SDP നിരോധിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഇതും നിരോധിക്കണം. അല്ല, അത് ഒരിക്കൽ നിരോധിച്ചപ്പോൾ ഇവിടുത്തെ മതേതരത്വ പൗരന്മാരെല്ലാം കൂടെ വന്ന് വളരെ ശക്തമായ ഭാഷയിൽ ഇതിനെ വിമർശിക്കുകയൊക്കെ ചെയ്ത ആളാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചില ചാനലിലൊക്കെ ഇരിക്കുന്ന ആളുകൾ, അതിൽ നിന്ന് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചാനലിലുള്ള ഒരാളിൻ്റെ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയാണ്, അദ്ദേഹം അതിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ അതിൽ കാണുന്ന കാരണം വ്യക്തമായി മനസ്സിലായതോടുകൂടി അദ്ദേഹം അതിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. ആ വിവരം അദ്ദേഹം കാണിച്ചു. ഈ പണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആളും അതിൽ നിന്ന് ചാടി എന്ന് തന്നെയാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അപ്പോൾ അല്ല, വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലിലുള്ള ഒരാളും കൂടെ ഉണ്ട്, അത് മറന്നുപോയി എന്നോട്. അദ്ദേഹം അവരിപ്പോഴും ഇരുന്നു കൊണ്ട് വലിയ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കുന്ന ആൾ അവിടെ ഉണ്ട്. ഞാൻ ചാനലിൻ്റെ പേര് പറയാത്തത് കൊണ്ടാണ് എല്ലാ ആളുകൾക്കും അറിയാതെ ആരാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഈ പറയുന്നത് പോലെ മതേതരത്വം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അവരിപ്പോൾ ഒരു സ്കൂളുകളിലൊക്കെ മറ്റു കാര്യങ്ങളിലൊക്കെ നോമ്പ് തുറ എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. നോമ്പ് തുറ എന്ന് പറയുന്നത് മതാചാരപരമായ കാര്യമാണ്. നോമ്പ് തുറ എന്ന് പറയുന്നത് അത് ആ ആചാരത്തിലേക്ക് മനഃപൂർവ്വം മറ്റൊരു മനുഷ്യനെ വിളിച്ച് ചേർക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഏകാദശി വ്രതം എടുക്കാൻ പറഞ്ഞാൽ എത്ര മുസ്ലിങ്ങൾ വ്രതം എടുക്കും? അല്ല, ഓണവും വിഷു ഒക്കെ മാറ്റി വെക്കും, അതിലൊരു വ്രതമൊന്നുമില്ല, ഒക്കെ മാറ്റി വെക്കൂ. അതിൽ ഫുഡ് കഴിക്കൽ മാത്രം പരിപാടിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഈ ഏകാദശി വ്രതം എടുക്കാൻ പറഞ്ഞാൽ, ഷഷ്ടി വ്രതം എടുക്കാൻ പറഞ്ഞാൽ, പിന്നെ അല്ല പൊങ്കാലയുമായി ബന്ധപ്പെട്ട വ്രതം എടുക്കാൻ പറഞ്ഞാൽ, ഈ പലതരത്തിലുള്ള നോയമ്പുകൾ വേറെയുണ്ട്. ഇപ്പം ശിവരാത്രി വ്രതം, ശിവരാത്രിയുമായി ബന്ധപ്പെട്ട വ്രതം എടുക്കാൻ പറഞ്ഞാൽ, ഇതൊക്കെ ആഘോഷിക്കുന്ന എത്ര മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്? അല്ല, അവർക്കത് ന്യായമുണ്ട്. അവർ പറയുന്നത് ഞങ്ങളുടെ ആവശ്യമല്ല ഇത്, ഞങ്ങൾക്കിത് എടുക്കേണ്ട കാര്യമില്ല. ശരിയാണ്, അവരിതെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നേരെ തിരിച്ച് അവരുടെ നോമ്പ് എടുക്കുമ്പോൾ അത് പെരുത്തിഷ്ടമാണ്. എന്നിട്ട് ഞങ്ങളുടെ നോമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്ത് അതിൽ ഇഫ്താർ വിരുന്ന് നടത്തിയാൽ മാത്രമേ മതേതരത്വമാവുള്ളൂ, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവിടുത്തെ
അടുപ്പ് കൂട്ടി ചർച്ചക്കാർ പോകുന്നു എന്നുള്ളത് ഇത് ഇവിടെയുള്ള ആളുകളുടെ മനസ്സിലേക്ക് എന്താണ് മതവർഗീയതയുടെ കാളകൂട വിഷം അല്ലെങ്കിൽ എന്താണ് അത്രയും വിഷം മൗപ്പിക്കുന്ന കാര്യങ്ങൾ കുത്തിയിറക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും.